തുടർച്ചയായ 5-ാം തവണയും ഭരണകക്ഷി എംഎൽഎയെ വിജയിപ്പിച്ച് കോതമംഗലം ചരിത്രം കുറിച്ചു. 2006-ൽ LDF ഭരണം നേടിയപ്പോഴും 2011-ൽ UDF ഭരണം നേടിയപ്പോഴും TU കുരുവിളയും 2016-ലും 2021-ലും LDF ഭരണം നേടിയപ്പോൾ ആന്റണി ജോണുമായിരുന്നു MLA മാർ. ഇത്തവണ ഷിബു തെക്കുംപുറത്തിലൂടെയാണ് കോതമംഗലം ഭരണകക്ഷി MLAയെ സൃഷ്ടിച്ചിരിക്കുന്നത്. LDF തുടർച്ചയായി 2 തവണ ഭരിച്ച് ചരിത്രം കുറിച്ചതിനൊപ്പം കോതമംഗലവും ചരിത്രത്തിന്റെ ഭാഗമായി. തുടർച്ചയായി 5 തവണ ഭരണകക്ഷി MLAയെ സൃഷ്ടിച്ചു എന്ന ഖ്യാതിയാണ് കോതമംഗലത്തിന് സ്വന്തമായിരിക്കുന്നത്. 2006-ൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി LDF ഭരണം നേടിയപ്പോൾ TU കുരുവിളയാണ് കോതമംഗലത്ത് നിന്നും MLA ആയത്. ഭരണം നേടുമ്പോൾ LDF MLA ആയിരുന്നു TU കുരുവിള. അദ്ദേഹം മന്ത്രിയുമായി. പിന്നീട് അതേ നിയമസഭയുടെ കാലത്ത് തന്നെ TU കുരുവിളയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും UDF പക്ഷത്തേക്ക് മാറിയതിനാൽ കുറച്ചുകാലം ഭരണകക്ഷി MLA എന്ന സ്ഥാനം കോതമംഗലത്തിന് നഷ്ടമായി. 2011-ൽ UDF സ്ഥാനാർത്ഥിയായി TU കുരുവിള വിജയിച്ചപ്പോൾ ഭരണവും UDF-നായിരുന്നു. ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി. 2016-ൽ TU കുരുവിളയെ പരാജയപ്പെടുത്തി LDF-ലെ ആന്റണി ജോൺ വിജയിച്ചപ്പോൾ ഭരണവും LDF-നായിരുന്നു. 2021-ലും ആന്റണി ജോൺ MLA-യും LDF ഭരണകക്ഷിയുമായി. 2026-ൽ UDF ഭരണം പിടിച്ചപ്പോൾ കോതമംഗലത്ത് നിന്നുള്ള MLA-യും ഭരണകക്ഷിയുടേതു തന്നെ. ന്യൂസ് ഡെസ്ക് GTV ന്യൂസ്.